we have extension of a Cauchy's integral formula. If f of z is analytic in a domain D, then it has derivatives of all orders in D, which are then analytic in D. The values of these derivatives at a point z0 in D are given by the formulas f dash of z0 equal to 1 by 2 pi I integral over C f of z dz divided by z minus z0 whole square, and f double dash of z0 equal to 2 factorial by 2 pi I into integral over C f of z dz by z minus z0 whole cube. And in general, fn of z0 equal to n factorial by 2 pi I into integral over C f of z dz divided by z minus z0 all raised to n plus 1 dz, for n equal to 1, 2, 3, etc. And C is any simple closed contour in D which encloses z0 and whose full interior belongs to D and is oriented in the counterclockwise direction. That is, we have a curve C. C is a simple closed contour in the positive direction, and z0 is a point interior to this C, and that is C is contained in a domain. C ഒരു ഡൊമൈനിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്, പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. z0 അതിൻ്റെ ഒരു ഇന്റീരിയർ പോയിന്റ് ആണ്. ആൻഡ് എഫ് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക് ഇൻ ഡി. എഫ് ഓഫ് സെഡ് ഡിയിൽ അനാലിറ്റിക് ആണ്. സോ അത് ആ കർവിലും സിയുടെ ഇന്റീരിയറിലും അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ കോഷീസ് എക്സ്റ്റൻഷൻ ഫോർമുല പറയുന്നത് എഫ് ഓഫ് സെഡിന് ഡെറിവേറ്റീവ്സ് ഉണ്ടാവും ആൾ ഓർഡേഴ്സ്, അതായത് എഫ് ഡാഷ് ഓഫ് z0 ആ പോയിന്റിൽ z0 ഒരു ഇന്റീരിയർ പോയിന്റിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് z0 എക്സെട്ര എഫ് എൻ ഓഫ് z0 ഇൻ ജനറൽ എക്സിസ്റ്റ് ചെയ്യും. അത് കാണാനുള്ള ഇക്വേഷൻസ് ആണ് എഫ് ഡാഷ് ഓഫ് z0, എഫ് ഡബിൾ ഡാഷ് ഓഫ് z0 ഇൻ ജനറൽ എഫ് എൻ ഓഫ് z0. സോ ഈ എഫ് എൻ ഓഫ് z0 എന്നിന് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും കിട്ടുന്നത്. സോ അത് പ്രൂവ് ചെയ്യുന്നത് ഒരു ലെങ്തി പ്രൂഫാണ്. പ്രൂവ് ചെയ്യാൻ നമ്മൾ മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് n 1 ഈക്വൽ ടു 1 പ്രൂവ് ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് z0, ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് z0 എക്സെട്ര, ദെൻ എഫ് എമ്മിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും, ദെൻ എഫ് എം പ്ലസ് 1 പ്രൂവ് ചെയ്യും. സോ അപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ് എന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ് ഡിയിൽ. സോ ആ സിയിലും സിയുടെ ഉള്ളിലും എല്ലാം അത് അനാലിറ്റിക് ആണ്. അപ്പോൾ z0 അനാലിറ്റിക് ആയിരിക്കും, കാരണം സിയുടെ ഇന്റീരിയർ ആയിട്ടുള്ള പോയിന്റ് ആണ് z0. അപ്പോൾ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആണ്. സോ എഫ് ഓഫ് സെഡ് z0 ഡിഫറൻഷ്യബിൾ ആണ്. അതായത് എഫ് ഓഫ് സെഡിന് z0 ഡെറിവേറ്റീവ് ഉണ്ടാവും. ആ ഡെറിവേറ്റീവിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ബൈ ഡെഫിനിഷൻ എഫ് ഡാഷ് ഓഫ് z0 ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ z0 ടെൻസ് ടു 0 f of z0 plus delta z0 minus f of z0 divided by delta z0 എന്ന് എഴുതാം ബൈ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ്. ഇനി സി ഒരു കർവാണ്, z0 അതിൻ്റെ ഇന്റീരിയർ പോയിന്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ z0 സിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് z0 സിയും തമ്മിലുള്ള z0 ഒരു പോയിന്റ് ആണെങ്കിൽ z0 ഈ കർവിലെ സിയിലെ ഒരു പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, ബാക്കിയുള്ള എല്ലാ ഡിസ്റ്റൻസും അതിനേക്കാൾ കൂടുതലായിരിക്കും, ഡി എന്നെടുത്തു, സ്മാൾ ഡി. ആൻഡ് സച്ച് ദാറ്റ് z0 പ്ലസ് ഡെൽറ്റ z0 എന്തായിരിക്കണം, ലെസ് ദാൻ ഡി ആയിരിക്കണം. z0 പ്ലസ് ഡെൽറ്റ z0 ലെസ് ദാൻ ഡി ആയിരിക്കണം. അതായത് ഈ സിയുടെ ഉള്ളിൽ തന്നെ z0 പ്ലസ് ഡെൽറ്റ z0, ഇവിടെ z0 പ്ലസ് ഡെൽറ്റ z0 എന്ന് എഴുതി. ഇനി z എന്ന് പറയുന്നത് ഈ കർവിലെ ഏതോ ഒരു പോയിന്റ് ആണ്. ഇനി z-ഉം z0 തമ്മിലുള്ള ഡിസ്റ്റൻസ് മോഡ് z മൈനസ് z0 എന്നെടുത്തു. സോ ഇങ്ങനെ ഒരു പോയിന്റ് ചൂസ് ചെയ്തു. അതായത് ഡെൽറ്റ z0 മോഡുലസ് ഓഫ് ഡെൽറ്റ z0ന്റെ വാല്യൂ എല്ലായ്പ്പോഴും ഡിനേക്കാൾ ചെറുതായിരിക്കും. ഇനി ബൈ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല നമുക്ക് ഇക്വേഷൻ അറിയാം.
f of z0 equal to 1 by 2 pi I 1 by 2 pi I integral over c f of z dz divided by z minus z0 എന്ന് കിട്ടും. ദെൻ നമുക്ക് ഈ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ആണ് ആദ്യം കാണേണ്ടത്. അപ്പോൾ അതിൽ എഫ് ഓഫ് സെഡ് നോട്ട് നമ്മൾ എഴുതി, ഇവിടെ എഴുതി. ഇനി എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഈ ഫസ്റ്റ് ടേം എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നോട്ട്, ഇത് ഇക്വേഷനിൽ തന്നെ സെഡ് നോട്ടിൻ്റെ പ്ലേസിലും സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 by 2 pi I integral over c f of z dz divided by z minus z0 plus delta z0 എന്ന് കിട്ടും dz. Therefore, we have അതിൽ ന്യൂമറേറ്റർ കണ്ടാൽ എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നോട്ട് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് divided by delta z0 equal to 1 by delta z0 into 1 by 2 pi I 1 by 2 pi I രണ്ടിലും കോമൺ ആണ് into integral over c f of z dz divided by z minus z0 plus delta z0 minus 1 by 2 pi I integral over c f of z dz divided by z minus z0 എന്ന് കിട്ടും. That's equal to 1 by 2 pi I common ആണ്. 1 by 2 pi I integral over c 1 by f of z ഉം common ആണ്. z minus z0 minus delta z0 minus 1 by z minus z0. കോമൺ ആയിട്ടുള്ളത് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് നോട്ട് ഡി സെഡ്. ദാറ്റ്സ് ഈക്വൽ ടു 1 by 2 pi I integral over c f of z dz divided by നമ്മൾ ഡിനോമിനേറ്റർ കോമൺ ആക്കും. അതായത് z മൈനസ് z0 മൈനസ് ഡെൽറ്റ z0 ഇൻറ്റു z മൈനസ് z0 എന്ന് വരും. അപ്പം മുകളിൽ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ z മൈനസ് z0 മൈനസ് z മൈനസ് z0 മൈനസ് ഡെൽറ്റ z0 എന്ന് വരും. ഈ dz ഇവിടെ എഴുതും. ദാറ്റ്സ് ഈക്വൽ ടു 1 by 2 pi I integral over c f of z divided by ഇവിടെ ഈ z മൈനസ് സെഡും സെഡും ക്യാൻസൽ ചെയ്തു. അതുപോലെ z0 ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു ഡെൽറ്റ z0, ഇതിൻ്റെ കൂടെ ഒരു ഡെൽറ്റ z0 ഉണ്ടാവും. ഇവിടെ എഴുതാം ഡെൽറ്റ z0 ഡെൽറ്റ z0 ക്യാൻസൽ ചെയ്തു. സോ എഫ് ഓഫ് z dz ഡിവൈഡ് ബൈ z മൈനസ് z0 മൈനസ് ഡെൽറ്റ z0 ഇൻറ്റു z മൈനസ് z0 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്നത് ഇതാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും നമ്മളൊരു ടേം സബ്ട്രാക്ട് ചെയ്യാം. അതായത് 1 by 2 pi I integral over c f of z dz divided by z minus z0 whole square എന്നുള്ള ടേം രണ്ട് സൈഡിനും സബ്ട്രാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിൽ f of z0 plus delta z0 minus f of z0 divided by delta z0 minus 1 by 2 pi I integral over c f of z dz divided by z minus z0 whole square. ലെഫ്റ്റ് സൈഡിൽ സബ്ട്രാക്ട് ചെയ്തു. ദെൻ റൈറ്റ് സൈഡിൽ 1 by 2 pi I integral over c f of z dz divided by z minus z0 minus delta z0 into z minus z0 minus 1 by 2 pi I integral over c f of z dz divided by z minus z0 whole square. ഇനി ഇവിടെ ഫസ്റ്റ് ടേമിൽ z minus z0 minus delta z0 into z minus z0 ആണ്.
ഡിനോമിനേറ്റർ. സെക്കൻഡ് ടേമിൽ z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ ആക്കി മാറ്റിയാൽ നമുക്ക് കിട്ടുന്നത് 1/2πi ഇന്റഗ്രൽ ഓവർ c, ഡിനോമിനേറ്റർ കോമൺ ആക്കുക, z മൈനസ് z നോട്ട് മൈനസ് ഡെൽറ്റ z നോട്ട് ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ. ഫസ്റ്റ് ഇൻ്റഗ്രലിൽ ഡിനോമിനേറ്റർ z മൈനസ് z നോട്ട് മൈനസ് ഡെൽറ്റ z നോട്ട് ഇൻറ്റു z മൈനസ് z നോട്ട് ആണ്. അപ്പോൾ അവിടെ ഒരു z മൈനസ് z നോട്ട് കൂടെ എക്സ്ട്രാ ഫിറ്റ് ചെയ്താൽ മതി. സോ z മൈനസ് z നോട്ട് മൈനസ് സെക്കൻഡ് ഇൻ്റഗ്രലിൽ z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ മാത്രമേ ഉള്ളൂ. സോ z മൈനസ് z നോട്ട് മൈനസ് ഡെൽറ്റ z നോട്ട് ഇൻറ്റു ബാക്കിയുള്ള ടേംസ് f ഓഫ് z dz എന്ന് വരും. f of z dz. So we get 1/2πi integral over c, z minus z naught z minus z naught cancel ചെയ്തു പോയി. So delta z naught f of z divided by z minus z naught z minus z naught minus delta z naught into z minus z naught whole square. എങ്ങനെ കിട്ടും? dz. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. ഈ ഇൻ്റഗ്രൽ കാണണം. ഈ ഇൻ്റഗ്രൽ കാണുന്നത് ml ഇനീക്വാലിറ്റി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഡെൽറ്റ z നോട്ട് ഇൻറ്റു എഫ് ഓഫ് z ഡിവൈഡ് ബൈ z മൈനസ് z നോട്ട് മൈനസ് ഡെൽറ്റ z നോട്ട് ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ, ഇതിൻ്റെ മോഡുലസ്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് നമുക്ക് മോഡ് ഡെൽറ്റ z നോട്ട് ഇൻറ്റു മോഡ് എഫ് ഓഫ് z ഡിവൈഡ് ബൈ മോഡ് z മൈനസ് z നോട്ട് മൈനസ് ഡെൽറ്റ z നോട്ട് ഇൻറ്റു മോഡ് z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി എഫ് ഓഫ് z അനാലിറ്റിക് ഫംഗ്ഷനാണ്. സോ അത് ആ കർവിലെ എല്ലാ പോയിന്റിലും ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതിനൊരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. സപ്പോസ് ദാറ്റ് m മോഡുലസ് ഓഫ് എഫ് ഓഫ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. ഇനി മോഡ് ഡെൽറ്റ z നോട്ട് നമുക്കറിയാം ലെസ് ദാൻ d ആണ്. ഇനി z നോട്ട് എന്ന് പറഞ്ഞാൽ കർവിൻ്റെ ഇൻറ്റീരിയറിലെ പോയിന്റ് ആണ്. സോ കർവും z നോട്ടും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് d ആണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d. ഇനി അപ്പോൾ ഈ ടേമിൻ്റെ മോഡുലസ് ഇതുമായി ഇനി ഇതും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോഡ് z മൈനസ് z നോട്ട് മൈനസ് ഡെൽറ്റ z നോട്ട്, ഇതിനെ മോഡ് z1 മൈനസ് z2 എന്നുള്ള ഫോമിൽ എഴുതാം. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 മൈനസ് മോഡ് z2 ആണ്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇത് d ആണ് മൈനസ് മോഡ് ഡെൽറ്റ z നോട്ട്. ഇനി ഈ മോഡ് ഡെൽറ്റ z നോട്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ d ആണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. therefore നമ്മളതിൻ്റെ മോഡുലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മോഡുലസ് ഓഫ് ഡെൽറ്റ z നോട്ട് എഫ് ഓഫ് z നോട്ട് ഡിവൈഡ് ബൈ z മൈനസ് z നോട്ട് മൈനസ് ഡെൽറ്റ z നോട്ട് ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ is less than or equal to d m d അല്ല മോഡ് ഡെൽറ്റ z നോട്ട്. ഓക്കെ, മോഡ് ഡെൽറ്റ z നോട്ട് മോഡ് എഫ് ഓഫ് z നോട്ട് m ആണ് ഡിവൈഡ് ബൈ മോഡ് z മൈനസ് z നോട്ട് മൈനസ് ഡെൽറ്റ z നോട്ട് എന്ന് പറഞ്ഞാൽ d മൈനസ് ഡെൽറ്റ z നോട്ട് ആണ്. മോഡ് ഡെൽറ്റ z നോട്ട് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു ഇൻറ്റു മറ്റേത് d സ്ക്വയർ ആണ്. മോഡ് z മൈനസ് z നോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ആകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു d സ്ക്വയർ എന്ന് കിട്ടും. ഇനി സപ്പോസ് ദാറ്റ് അപ്പോൾ ഇതിൻ്റെ ഈ ഇൻ്റർവെലിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഇതാണ് ഇൻ്റർവെലിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ, അതിൻ്റെ മോഡുലസ് കിട്ടി. ഇനി ഈ സിയുടെ ലെങ്ത്ത് അത് നമ്മൾ L എന്ന് സപ്പോസ് ചെയ്യാം. സപ്പോസ് ദാറ്റ് ലെങ്ത് ഓഫ് C equal to L. Then by ml inequality we get modulus of integral over C delta z naught f of z divided by z minus z naught minus delta z naught into z minus z naught square dz is less than or equal to m ന്റെ സ്ഥാനത്തുള്ളത് mod delta z naught into m divided by d minus mod delta z naught
into d square into L, ML inequality. So as delta z naught tends to 0, ഇത് 0യിലേക്ക് പോകുമ്പോൾ ഇവിടെ 0യിലേക്ക് പോകുമ്പോൾ d മൈനസ് d ക്യൂബ് എന്ന് വരും താഴെ, മുകളിൽ ഇത് 0 ആയി പോകും. ബാക്കിയെല്ലാം എമ്മും എല്ലും ഒക്കെ കോൺസ്റ്റൻസ് ആണ്. So as delta z naught tends to 0, this modulus less than or equal to 0 എന്ന് കിട്ടും. അപ്പോൾ modulus ഒരിക്കലും less than 0 ആവില്ല, that implies modulus equal to 0. modulus 0 ആണെങ്കിൽ ആ മോഡുലസിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി 0 ആണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ c ഡെൽറ്റ z നോട്ട് f of z ഡിവൈഡ് ബൈ z മൈനസ് z നോട്ട് മൈനസ് ഡെൽറ്റ z നോട്ട് ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ dz ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രേഷൻ 0 എന്ന് കിട്ടും. അതായത് 1/2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ 1ൻ്റെ റൈറ്റ് സൈഡ് 0 എന്ന് കിട്ടും. As delta z naught tends to 0, as delta z naught tends to 0, right side 0. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ z naught tends to 0, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, f of z naught plus delta z naught minus f of z naught divided by delta z naught minus 1/2πi integral over c f of z dz divided by z minus z naught whole square. ഇതായിരുന്നു ലെഫ്റ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിൻ്റെ ഡെഫിനിഷനാണ്, നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. അപ്പോൾ ഇവിടെ ഡെൽറ്റ സെഡ് നോട്ടിൻ്റെ ടേം ഇല്ല, അതുകൊണ്ട് തന്നെ ദാറ്റ്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1/2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. സോ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ n ഈക്വൽ ടു 1ന് ട്രൂ ആണ്. ഇനി n ഈക്വൽ ടു എമ്മിന് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് എങ്ങനെ കിട്ടും, എഫ് എം ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു m factorial by 2πi integral over c f of z dz divided by z minus z naught all raised to m plus 1. ഇനി അതുപോലെ m plus 1ന് n equal to m plus 1നൂടെ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ദെൻ ബൈ ഇൻഡക്ഷൻ നമുക്ക് എല്ലാ എന്നിനും പ്രൂവ് ചെയ്തു എന്ന് പറയാം. സോ m plus 1th ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ വരും, എഫ് എം ഓഫ്, അതായത് mth ഡെറിവേറ്റീവിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എഫ് എം ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നോട്ട് മൈനസ് എഫ് എം ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് നോട്ട്, ഇത് നമ്മൾ കാണും. അപ്പോൾ എഫ് എമ്മിൻ്റെ ഡെഫിനിഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നോട്ട് കൊടുക്കുമ്പോൾ ഈ 1/ഡെൽറ്റ സെഡ് നോട്ട് എഴുതി ഇൻറ്റു m factorial by 2πi integral over c f of z dz divided by z minus z naught plus delta z naught whole raised to m plus 1 minus അടുത്തത് fm ൻ്റെ fm ഇവിടെ എഴുതിയിട്ടുണ്ട്, m factorial by 2πi integral over c f of z dz divided by z minus z naught all raised to m plus 1. ഇനി ഇതിൽ m factorial by 2πi കോമൺ ആണ്, ഡെൽറ്റ z naught കോമൺ ആണ്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു m factorial by 2πi ഇൻറ്റു ഡെൽറ്റ z naught ഇൻറ്റു ഇന്റഗ്രൽ ഓവർ c, ഇവിടെ ഉള്ളത് f of z കോമൺ ആണ്, 1/1 z minus z naught minus delta z naught all raised to m plus 1 minus 1/z minus z naught all raised to m plus 1. ഇനി ബാക്കി കോമൺ ആയിട്ടുള്ളത് f of z dz. That's equal to m factorial by 2πi delta z naught into integral over c. ഇതിൽ 1/z minus z naught all raised to m, ഈ ടേം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ 1/z minus z naught all raised to m plus 1 ഇവിടുന്ന് പുറത്തേക്ക് എടുത്തു.
സോ ബാക്കി ഉണ്ടാവുക 1 മൈനസ് ഡെൽറ്റ സെഡ് നോട്ട് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം പ്ലസ് 1. ബാക്കി ടേം അതേപോലെ ഉണ്ടാവും. ഈ ടേം അതേപോലെ എഴുതും. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ ഈ 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം പ്ലസ് 1 ഉള്ള ടേം ഫസ്റ്റ് ഇൻ്റർവെല്ലുണ്ട്, അതുപോലെ സെക്കൻഡ് ഇൻ്റർവെല്ലുണ്ട്. സോ അത് കോമൺ ആയിട്ട് എടുത്താൽ എം ഫാക്ടോറിയൽ ബൈ 2 പൈ ഐ ഇൻറ്റു ഡെൽറ്റ സെഡ് നോട്ട് ഇൻ്റർവെൽ ഓവർ സി എഫ് ഓഫ് സെഡ് കോമൺ ആണ്, സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം പ്ലസ് 1 കോമൺ ആണ്. പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്തുണ്ടാവും? 1 ബൈ 1 മൈനസ് സെഡ് മൈനസ് സെഡ് 1 ബൈ 1 മൈനസ് ഡെൽറ്റ സെഡ് നോട്ട് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം പ്ലസ് 1 ഉണ്ടാവും. 1 ബൈ 1 മൈനസ് ഡെൽറ്റ സെഡ് നോട്ട് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം പ്ലസ് 1. ദെൻ ഇവിടെ എന്തുണ്ടാവും? 1 ഉണ്ടാവും, മൈനസ് 1 ഡി സെഡ്. So that's equal to m factorial by 2 pi I delta z naught integral over c f of z divided by z minus z naught all raised to m plus 1. ഇത് താഴെയാണ് 1 minus delta z naught by z minus z naught all raised to m plus 1 താഴെയാണ്. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ മൈനസ് ഓഫ് എം പ്ലസ് 1 എഴുതാം. പിന്നെ ഒരു മൈനസ് 1 ഉണ്ടാവും dz. So that's equal to m factorial by 2 pi I into delta z naught integral over c f of z by z minus z naught all raised to m plus 1. ഇത് 1 minus x, ഈ ടേം 1 minus x all raised to minus m plus 1 ഉള്ള ഫോമിലാണ്. അത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് 1 plus m plus 1 into delta z naught by z minus z naught plus m plus 1 into m plus 2 divided by 2 factorial into delta z naught by z minus z naught whole square plus etc. എന്ന് കിട്ടും. പിന്നെ ഒരു മൈനസ് 1 കൂടെ ഉണ്ടാവും, മൈനസ് 1 dz. അപ്പോൾ ഈ മൈനസ് 1ഉം ഈ പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് അടുത്ത സ്റ്റെപ്പിൽ that's equal to m factorial by 2 pi I delta z naught integral over c f of z z minus z naught all raised to m plus 1 ബ്രാക്കറ്റിൽ ഈ 1 ക്യാൻസൽ ചെയ്തു, ബാക്കി m plus 1 ഇൻറ്റു ഡെൽറ്റ z നോട്ട് ബൈ z മൈനസ് z നോട്ട് ആ ടേം എല്ലാത്തിലും ഉണ്ടാവും. സോ അത് കോമൺ ആയിട്ട് എടുത്താൽ m plus 1 m plus 1 into delta z naught by z minus z naught. So 1 plus അടുത്തതിൽ m plus 2 divided by z minus z naught into delta z naught plus etc. എന്ന് പറഞ്ഞു പോകും dz. അപ്പോൾ m plus 1 പുറത്തേക്ക് എടുക്കുക. അപ്പോൾ m factorial into m plus 1 എന്ന് പറഞ്ഞാൽ m plus 1 ഫാക്ടോറിയൽ. എം ഫാക്ടോറിൻ്റെ കൂടെ എം പ്ലസ് 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എം പ്ലസ് 1 ഫാക്ടോറിയൽ. ഇനി ഈ ഡെൽറ്റ സെഡ് നോട്ടും ഡെൽറ്റ സെഡ് നോട്ടും ക്യാൻസൽ ചെയ്തു പോകും. താഴെ 2 പൈ ഐ ഇൻ്റർവൽ ഓവർ സി, ബാക്കിയുള്ള ടേം എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ, ഇവിടെ ഒരു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഒരു സെഡ് മൈനസ് സെഡ് നോട്ട് കൂടെ ഉണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്താൽ z minus z naught all raised to m plus 2 എന്ന് കിട്ടും. ബ്രാക്കറ്റിലുള്ള ടേം അതുപോലെ എഴുതാം, 1 പ്ലസ് m പ്ലസ് 2, ഇവിടെ ഒരു 2 ഫാക്ടോറിയൽ ഉണ്ടാവും കേട്ടോ, 2 ഫാക്ടോറിയൽ, അതായത് ഇവിടെ ഉള്ള ഈ ടേം m പ്ലസ് 2 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ z നോട്ട് ബൈ z മൈനസ് z നോട്ട് പ്ലസ് എക്സെട്ര dz. ഇനി രണ്ട് സൈഡിലും നമ്മൾ ഡെൽറ്റ സെഡ് നോട്ട് ടെൻസ് ടു 0 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ഡെൽറ്റ സെഡ് നോട്ട് ടെൻസ് ടു 0, ലെഫ്റ്റ് സൈഡ് എഫ് എം ഓഫ് സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് നോട്ട് മൈനസ് എഫ് എം ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് നോട്ട് ആയിരുന്നു. റൈറ്റ് സൈഡിൽ ലിമിറ്റ് ഡെൽറ്റ സെഡ് നോട്ട് ടെൻസ് ടു 0 എം പ്ലസ് 1 ഫാക്ടോറിയൽ
divided by 2 pi I integral over C f of z divided by z minus z naught all raised to m plus 2 into 1 plus m plus 2 by 2 factorial into delta z naught by z minus z naught plus etc. dz. Well, limit delta z naught and 0 left side ഇത് m plus 1th ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ് എഫ് എം പ്ലസ് 1 ഓഫ് z നോട്ട്. റൈറ്റ് സൈഡിൽ ഇവിടെ ഒന്നും ഡെൽറ്റ z നോട്ട് ഇല്ല, പക്ഷേ ഈ 1 കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേമിലും ഡെൽറ്റ z നോട്ട് എന്നുള്ള ടേം ഉണ്ട്. ആദ്യത്തെ ടേമിൽ ഡെൽറ്റ z നോട്ട് ബൈ z മൈനസ് z നോട്ട് വരും. അടുത്ത ടേമിൽ ഡെൽറ്റ z നോട്ട് ബൈ z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ് അങ്ങനെ വരും. അപ്പോൾ ഡെൽറ്റ z നോട്ട് 0 ആകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേമുകളും എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ ഈ ടേം മാത്രമേ ഉണ്ടാവൂ. m plus 1 factorial by 2 pi I integral over C f of z dz divided by z minus z naught all raised to m plus 2 എന്ന് പറയുന്ന ഈ ടേം ഫസ്റ്റ് ടേം മാത്രം. സോ നമുക്കിപ്പോൾ n ഈക്വൽ ടു m പ്ലസ് 1നും അതേ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് n ഈക്വൽ ടു m പ്ലസ് 1നും റിസൾട്ട് ട്രൂ ആണ്. That is, by the principle of mathematical induction, the theorem is true for every n. That is, we get in general fn of z not equal to n factorial by 2 pi I integral over C f of z dz divided by z minus z naught all raised to n plus 1. അപ്പോൾ ഈ ഇക്വേഷനെയാണ് കോഷീസ് ഫോർമുലയുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ ജനറലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് integral over C f of z dz divided by z minus z naught all raised to n plus 1 എന്ന് പറഞ്ഞാൽ that's equal to ഈ n factorial by 2 pi I നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ 2 pi I by n factorial into fn of z naught. fn of z naught അതായത് nth ഡെറിവേറ്റീവ് കാണാം, അതിനെ 2 pi I by n factorial കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. where n equal to 0, 1, 2, 3, etc. This is the application of Cauchy's integral formula. അപ്പോൾ ഈ തിയറം തന്നെ വേറെ രീതി പറയാറുണ്ട്. That is, if a function f is analytic at a point, then its derivatives of all orders also analytic at that point. അതായത് ഒരു ഫംഗ്ഷൻ f of z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു പോയിന്റ് z നോട്ടിൽ അനാലിറ്റിക് ആണെങ്കിൽ എഫിൻ്റെ എല്ലാ ഡെറിവേറ്റീവും z നോട്ടിൽ എക്സിസ്റ്റ് ചെയ്യും. അതായത് എഫ് ഡാഷ് ഓഫ് z നോട്ട്, എഫ് ഡബിൾ ഡാഷ് ഓഫ് z നോട്ട്, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് z നോട്ട്, അങ്ങനെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവും എക്സെട്ര എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് അതൊക്കെ വീണ്ടും അനാലിറ്റിക് ആയിരിക്കും. അതായത് എഫ് അനാലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും അനാലിറ്റിക് ആയിരിക്കും. എഫ് ഡാഷ്, എഫ് ഡബിൾ ഡാഷ്, എഫ് ട്രിപ്പിൾ ഡാഷ് എല്ലാം അനാലിറ്റിക് ആയിരിക്കും. കാരണം എന്താ? അനാലിറ്റിക് ആവണം എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആവണം. എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എഫ് അനാലിറ്റിക് ആയിരിക്കും. എഫ് ഡബിൾ ഡാഷ് സെക്കൻഡ് ഡെറിവേറ്റീവ് അനാലിറ്റിക്, സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുക. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഡെറിവേറ്റീവ് ഉണ്ട്, ദാറ്റ് മീൻസ് എന്താ? എഫ് ഡാഷ് അനാലിറ്റിക് ആണ്. അതേപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ റിസൾട്ട് പറയാൻ പറ്റും. സോ ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യും, അത് അഗെയിൻ അനാലിറ്റിക് ആണ് എന്നും കോഷീസ് എക്സ്റ്റൻഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് പറയാറുണ്ട്. Okay, thank you.